പുതിയൊരു ഗ്രൂപ്പ് കൂടി കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ കോഴി ഗ്രൂപ്പ് എന്നും പറയുന്നുണ്ട്. ഈ ഇൻക്യുബുലേറ്ററൊക്കെ സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നുള്ള ഒരു തെളിയിച്ചു, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്. ആ സംവിധാനത്തിനകത്ത് ഇവനെ ഇടയ്ക്ക് കൂട്ടി ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ മുട്ടയ്ക്കകത്തിരുന്ന് കുഞ്ഞി കത്തു പോകും. ആ പണിയാണല്ലോ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ മുട്ട ആദ്യം ഉടച്ചു വിടണം എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അത്ര ചില്ലറക്കാരനല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. പക്ഷേ നരേന്ദ്രമോദി പോയതിന് ശേഷം അത്രയും വലിയ സ്വീകരണം കിട്ടിയ ഒരാളാണ് സതീശൻ. അവിടെ യുടെ ഭരണാധികാരി നേരിട്ട് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. കാരണം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയാണത്. രാജൻ ഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ കോൺഗ്രസിനകത്ത് AI ഗ്രൂപ്പുകളാണ് പ്രശസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ. അതിനുശേഷം പിന്നീട് തിരുത്തൽവാദം വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് കുറേ അധികം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നു പുതിയൊരു ഗ്രൂപ്പ് കൂടി കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ കോഴി ഗ്രൂപ്പ് എന്നും പറയുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്ത് നിലവിലുള്ള എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഇപ്പോൾ KC ഗ്രൂപ്പുണ്ട്, സതീഷിന് ഗ്രൂപ്പുണ്ട്, ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പുണ്ട്, KS ബ്രിഗേഡുണ്ട്. KSന് പിന്നെ സ്വന്തമായിട്ട് ആത്മീയ ബ്രിഗേഡിയർ. കാരണം മറ്റൊരു ഇവിടെ മേജർ ആവാനും ക്യാപ്റ്റൻ ആവാനും നടക്കുക. പുള്ളി പണ്ടേ ബ്രിഗേഡിയർ ആയിപ്പോയി. അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും മറികടന്നുകൊണ്ട് കോഴി ഗ്രൂപ്പ് ഒരു വശത്തുണ്ടാക്കുന്നത്, ഇവരുണ്ടാക്കുന്നത്, കോഴിത്തരം കയ്യിലില്ലാത്തവർ AI, രമേശ് ചെന്നിത്തല, സതീശൻ, KC വേണുഗോപാൽ, അനുഭവമുള്ളവർ, അവരുടെയൊക്കെ ആശീർവാദത്തോടുകൂടി തന്നെ അവർക്കിടയിൽ സമവായം ഉണ്ടാവുകയും പുതിയൊരു ഗ്രൂപ്പ് രൂപപ്പെട്ട് വരികയും ചെയ്യുന്നു. സമാന മനസ്ഥിതിക്കാർ ഇവരെ വെച്ച് ഉറപ്പിക്കരുത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. കോഴികളുടെ കാര്യത്തിൽ ഏറ്റവും ജാഗ്രത കാണിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരല്ല, CPM ആണ്. ഏറ്റവും കൂടുതൽ കോഴികളെ പ്രൊട്ടക്റ്റ് ചെയ്യും, കോഴി കർഷകരെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുള്ളത് അവരെ. കോഴി തരത്തെ എല്ലാം പറഞ്ഞ ഉദ്ദേശിച്ചത്. കാരണം 2020കളുടെ തുടക്കത്തിൽ അവർ പിന്നെ ഈ ബ്രഹ്മഗിരി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, നവകേരള വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രൂപീകരിക്കുകയും ഏകദേശം 2000-ഓളം കോഴി ഫാമുകൾ കേരളത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് 4% പലിശയിൽ 1000 കോഴിയെ വളർത്തുന്നവർക്ക് 1.5 ലക്ഷം രൂപ പലിശ, 4% ഉള്ളതെന്ന് ആലോചിക്കണം. അങ്ങനെ ആ രീതിയിൽ 2000-ഓളം ഫാമുകൾ തുടങ്ങാനുള്ള പ്രൊജക്റ്റ് കൊണ്ടുവന്നത് 2006 ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. അന്നത് 2008 ഡീലിമിറ്റേഷൻ്റെ ശുപാർശ പ്രകാരമാണ് 2011 തൊട്ട് സംവരണ സീറ്റായത്. 2006 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച CPMലെ നേതാവായിട്ടുള്ള, അവരുടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെയൊക്കെ നേതാവായിട്ടുള്ള, പിന്നെ പഴയ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിട്ടുള്ള P. കൃഷ്ണപ്രസാദിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. കേരള ബാങ്കിന്റെ ഡയറക്ടറായിട്ടുള്ള മുൻ വയനാട് ജില്ലാ സെക്രട്ടറി CPMന്റെ ഗഗാറിൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇതിനകത്ത് അതിൻ്റെ ബോർഡിൽ അംഗങ്ങളാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂഷണവും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് കുറച്ചുകൂടെ കുറഞ്ഞ ചെലവിൽ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള വലിയ പ്രൊജക്റ്റായിരുന്നു. പക്ഷേ അവരെക്കാൾ ഭംഗിയായിട്ട് ഇവർ കോഴിത്തരം നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സാധാരണക്കാർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. മറ്റേ ഇവർ കോഴിക്കുഞ്ഞുങ്ങളെ കലക്കുന്ന പരിപാടിയാണ്, ബാംഗ്ലൂർ കൊണ്ടിട്ട് കലക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യത്യാസം അതിനകത്തുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജവെമ്പാല ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജവെമ്പാലയുടെ ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് പാമ്പാണ്. അത് ചേരയൊന്നുമല്ല, അണലി, മൂർക്കൻ. രാജവെമ്പാലയുടെ സെയിം പിന്നെ സ്പീഷീസിലെ ചെറിയൊരു വെറൈറ്റി മാത്രമുള്ള സാധനമാണ് മൂർക്കൻ എന്ന് പറയുന്നത്. കരിമൂർക്കനാവട്ടെ ബാക്കിയുള്ളതാവട്ടെ ഒക്കെ ആവട്ടെ, അതിൻ്റെ ഏറ്റവും മൂത്ത ഇനമാണ് രാജവെമ്പാല. അതിൻ്റെ ഇഷ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അതിൻ്റെ ഇഷ്ട ഭക്ഷണം പാമ്പ് കഴിഞ്ഞിട്ടുള്ളത്, പാമ്പിനെ കിട്ടിയില്ലെങ്കിലുള്ളത് വേറെ എന്തെങ്കിലും ഇര പിടിക്കുക. ആ രീതിയിൽ കോൺഗ്രസിനകത്ത് ഇവരെ ഇര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ കൂടെയുള്ള മഹിളാ പ്രവർത്തകരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ചിന്താ ജെറോമിനെ ചൂണ്ടയിട്ടെങ്കിലും അതിന് കിട്ടിയില്ല. അതിനകത്ത് BJPക്കാരോ മറ്റുള്ളവരൊന്നും അധികം പോയില്ല. ഈ BJPക്കാരിയായിട്ടുള്ള ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അവന്തികയാണെങ്കിലും പുറകെ കടന്നെങ്കിലും വീണ് കിട്ടിയില്ല. ഇവൻ ഇരയായിട്ടുള്ള ഒരു മുഴുവൻ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നുള്ളത് ഏറ്റവും വലിയ രസം. എന്തായിരുന്നാലും VD സതീശനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, അത്ര ചില്ലറക്കാരനല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. VD സതീശൻ പത്രസമ്മേളനം നടത്തി ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ബോംബ് വിരൽ ചൂണ്ടി പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ട്രോളി. VD സതീശൻ ഇവിടെ നട്ടിയടിക്ക് മുങ്ങി ദുബായിലോട്ട് പോയി, ഗൾഫിലോട്ട് പോയി. പിന്നെ ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അണുവികരണം ഭയങ്കരമാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ തലമുറകൾക്കിപ്പുറവും, പതിറ്റാണ്ടുകൾക്കിപ്പുറവും, അരനൂറ്റാണ്ടിനിപ്പുറവും, 3/4 നൂറ്റാണ്ടാവാൻ പോകുന്നു. ഇപ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ എൻഡോസൾഫാൻ കാസർഗോഡ് ഉണ്ടാക്കിയതുപോലെ തന്നെ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഓട്ടിസം ബാധിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അവർക്ക് ജനിതകമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകുന്നുണ്ട്. അണുവികരണത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് പുള്ളി ഒറ്റയ്ക്ക് പുള്ളിക്കറിയാം ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ പോലെ ചെയ്യും. പുള്ളി ഒറ്റയ്ക്ക് ഇവിടെ ബോംബ് പൊട്ടിക്കാൻ ഏർപ്പാടാക്കിയിട്ട് പോയി. പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പുള്ളി ദുബായിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പൊട്ടിക്കണ്ണൂർ പിന്നെ
ബോംബല്ലെങ്കിലും ചെറിയ സാധനമാണെങ്കിലും എന്തായിരുന്നാലും വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആ വീട് തകർന്നു, ഒരുത്തൻ ഛിന്നഭിന്നം ആയിപ്പോയി. അത് പിന്നെ പടക്കമായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. പടക്കം ആണ്, നനഞ്ഞ പടക്കം പൊട്ടിക്കുന്നത് സിബി പറഞ്ഞു. അവിടെ സിബിക്ക് തെറ്റിപ്പോയി. നനയാത്ത പടക്കം തന്നെ പൊട്ടിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് സതീഷിന് ഇവിടുന്ന് പോയി എന്നുള്ളത് വളരെ രസകരമായിട്ട് നിൽക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി പോയതിന് ശേഷം അത്രയും വലിയ സ്വീകരണം കിട്ടിയ ഒരാളാണ് സതീശൻ അവിടെ. കാരണം സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വപൗരനാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം. അപ്പോൾ UAE സർക്കാർ ഗാർഡ് ഓഫ് ഓണറൊക്കെ കൊടുത്ത് സ്വീകരിച്ചോ, UAEയുടെ ഭരണാധികാരി നേരിട്ട് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. കാരണം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു യാത്രയാണത്, മുൻകൂട്ടി പ്രഖ്യാപിക്കാത്തതാണ്. ന്യൂക്ലിയർ ബോംബ് ഒരുപക്ഷെ SKPCCയുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും അവന് കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ആരോപണം വരുന്നു. അതിൻ്റെ വസ്തുതകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. സതീഷിന് പക്ഷേ ന്യൂക്ലിയർ ബോംബ് സാങ്കേതിക വിദ്യ അവർ കൈമാറിയില്ലെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഏർപ്പാട് പിന്നെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രീൻ ചാനലിലൂടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയ പരിശോധനയൊന്നും ഇല്ലാതെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അത് മേടിക്കാൻ പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസ്സുകാരാണ്, വിവരമില്ലാത്തവരെ. രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ OLX പരസ്യം കൊടുത്തേനെ. അവൻ്റെ പരിപാടി OLX പരസ്യം കൊടുക്കില്ല. പക്ഷേ ഇപ്പോൾ അവനെതിരെ തന്നെ OLX പരസ്യം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്തായിരുന്നാലും ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് ട്രംപിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ട്രംപല്ല ആരും വരണ്ടു പോകും. പിണറായി വിജയൻ വരണ്ടു പോയി, ഉറങ്ങിയിട്ടില്ല. മോദിയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മോദിയും വരണ്ടു പോകും. കണ്ട പ്രേക്ഷകർ വരെ വരണ്ടു. വി ഡി സതീശൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തായാലും ന്യൂക്ലിയർ ബോംബുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതേ പറഞ്ഞു. അതിൻ്റെ ടെക്നോളജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യാപകമായിട്ട് അത് ആലോചിക്കും. ടെക്നോളജി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് തന്നെ ടെക്നോളജി അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല. കാരണം പിന്നെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഇവരുടെ ഹിസ്റ്ററി ഏതാ പാർട്ടി എന്ന് ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയും. ട്രംപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിന് മനസ്സിലാവും ഇവന്മാർക്ക് ടെക്നോളജി കൊടുത്താൽ പ്രശ്നമാണ്, ഇവന്മാർ തമ്മിൽ തന്നെ പാര വെക്കുന്നവരാണ്, അപ്പോൾ എനിക്കിട്ടും പാര തരുമെന്നുള്ളതുകൊണ്ട് സാങ്കേതിക വിദ്യ കൈമാറാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് സതീഷിൻ്റെ ഇത് കാണിക്കലോട് കൂടിയിട്ട് പുള്ളിയെയും എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റെഫർ ചെയ്യണം കൊണ്ടുപോയാക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് KPCC തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റവന് സൈക്കോപാത്താന്നുള്ളത് അറിയാം. അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുള്ള പെമ്പിളാർ സെൽഫി ഇട്ടവരെല്ലാം റിമൂവ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഫേസ്ബുക്ക് ആകെ കുടുങ്ങിയിരിക്കുക. ഒരു വശത്ത് കണ്ടന്റ് ഡൗൺ ആവുന്നു, ഇട്ട ആൾക്കാർ മുഴുവൻ ഫോട്ടോയും ഇവനെക്കുറിച്ച് പുകഴ്ത്തി എഴുതിയതും എല്ലാം. പ്രത്യേകിച്ചും പിന്നെ 18 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള 55-60 വയസ്സുള്ളവർ വരെ ആൻറ്റിമാരെ വരെ പിന്നെ ഇവൻ ടോൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ റിമൂവ് ചെയ്യുന്നതിനകത്ത് ഇവർ 100 പോസ്റ്റ് ഇങ്ങനെ സ്ത്രീകൾ മത്സരിച്ച് റിമൂവ് ചെയ്യുമ്പോൾ 10,000 പോസ്റ്റുകൾ അതിനേക്കാളും വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവൻ്റെ ട്രോളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഫേസ്ബുക്ക് ആ നഷ്ടത്തെ പരിഹരിക്കുകയും അന്തിമമായിട്ട് നോക്കുമ്പം 10 പോയിട്ട് 100 അപ്പുറത്ത് വരുമ്പോൾ 90 ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫേസ്ബുക്കിനെ ഇത് വല്ലാതെ ബാധിക്കാൻ സാധ്യതയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഇന്ദിരാഭവൻ ഞാൻ പറഞ്ഞല്ലോ ഒരു കോഴി ഫാം എന്ന് പറയുമ്പോൾ തന്നെ അവർ ശരിക്കും പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻക്യുബുലേറ്ററൊക്കെ സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നുള്ള ഒരു തെളിയിച്ചു, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിന് ഉണ്ടെന്നുള്ളത്. കാരണം ഈ മുട്ട വിരിയിച്ച് കുഞ്ഞിനെ പുറത്തിറക്കലാണ് ഇൻക്യൂബുലേറ്ററിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിജയം. പക്ഷേ ഇൻക്യൂബുലേറ്റർ ലൈറ്റിങ്ങിനകത്ത് ഈ സാധനം ഉണ്ടാകുന്നത്. ബൾബ് പ്രത്യേക വോൾട്ടേജിൽ വെച്ചിട്ടാണ് ഈ മുട്ട കോഴി അടയിരിക്കുന്നതിന് പകരം 10, 100, 500 മുട്ട വെച്ചിട്ട് ട്രേക്കകത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ഇൻക്യൂബേറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്, ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആ സംവിധാനത്തിനകത്ത് ഇവനെ ഇടയ്ക്ക് പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ മുട്ടയ്ക്കകത്തിരുന്ന് ഈ കുഞ്ഞ് കത്ത് പോകും. ആ പണിയാണല്ലോ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ മുട്ട ആദ്യം ഉടച്ചു വിടണം എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും പലരും ഉള്ള ഒരു ആശങ്ക കൈവിട്ടു. ഇവനെ തുറന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 2026 നോക്കണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക്. സെമി ഫൈനലും ഒന്നും ഇല്ല. ഫൈനലിന് ഗോളടിക്കാൻ ആളില്ല. അങ്ങനെയാണ്. ആളില്ലാത്ത പോസ്റ്റിലോട്ട് CPM ഗോളടിച്ച് ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അവിടെ ഗോളിയില്ല, ഡിഫൻഡേഴ്സ് ഇല്ല, അറ്റാക്കിങ്ങിന് ആൾക്കാരില്ല, മിഡിലിൽ കളിക്കാൻ ആളില്ല, ഒന്നുമില്ല. പെനാൽറ്റി കിക്കിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, 90 മിനിറ്റ് കളിക്കേണ്ട ആവശ്യമില്ല. കളി തുടങ്ങുന്നു, ഗോളടിക്കുന്നു, ബോഡി പേപ്പർ നോക്കി വയ്ക്കുന്നു, പന്ത് വന്നിട്ട് വീഴുന്നു. രാവിലെ 8 മണിക്ക് പിന്നെ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ UDF നിലംപരിശാവുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ സങ്കടം അവർക്കുണ്ട്. കാരണം അവരൊക്കെ ഒരു UDF സർക്കാർ, ഇനി ഒരു വട്ടം കൊണ്ട് LDF സർക്കാർ വരുന്ന അവർക്ക് ആഗ്രഹിക്കാൻ വയ്യ. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ കൗതുകം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ന്. തെരഞ്ഞെടുപ്പിന് ത്രില്ല് വേണം. നമ്മൾ രാവിലെ തൊട്ട് തെരഞ്ഞെടുപ്പ് ദിവസം എന്താ ജോലി, നമ്മൾ ഗൾഫിലൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോഴും അന്ന് ലീവാക്കും. എന്ത് കാരണം പറഞ്ഞാലും ഞാൻ ലീവ് വെക്കും. അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവണം. പക്ഷേ ഇത് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നില്ല. നമുക്കൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ രസമുണ്ടല്ലോ, ത്രില്ലുണ്ടല്ലോ. നമ്മളിങ്ങനെ വോട്ടെണ്ണുന്നതിനകത്ത് ഇത്ര വോട്ടിന് ലീഡ് ചെയ്യുന്നു, അത് പിന്നെ ഡൗൺ ആവുന്നു, അടുത്ത ബൂത്തെണ്ണുമ്പോൾ ഇതാവുന്നു. അല്ലാതെ ഈ ഏകപക്ഷീയമായിട്ട് 50,000-80,000 വോട്ടിന് ജയിക്കുമ്പോഴേ ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2024 കാണാനൊരു ത്രില്ലുണ്ടായിരുന്നു. 2019-ലും 2014-ലും നമുക്കൊരു ത്രില്ലും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് എല്ലായിടത്തും പിന്നെ NDS ഒക്കെ ലീഡ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരവസ്ഥയിലേക്ക് പോയി ആൾക്കാർ ചാനലുകൾക്ക്
നഷ്ടക്കച്ചവടമായിരിക്കും. കാരണം ചാനലുകളെ സംബന്ധിച്ചിടത്തോളം മറ്റേത് തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് എല്ലാ പണി ഒഴിവാക്കിയിട്ട് ചാനൽ നോക്കിക്കൊണ്ടിരിക്കും. ഓഫീസിൽ ജോലിക്ക് ഇനി പോയവനാണെങ്കിലും അവനെ ലാപ്ടോപ്പിലോ മൊബൈലിലോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇയർഫോണും വെച്ചിട്ട്. അപ്പം ചാനലുകളുടെ റേറ്റിങ്ങിനെ ഇത് വല്ലാതെ ബാധിക്കും തിരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത്. അതുവരെ കോഴിക്കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരേ സമയം കോഴിത്തരവും അതേസമയം കുറുക്കൻ്റെ ബുദ്ധിയും കാണിക്കുക. എന്നിട്ടാണ് വനിതാ സംരക്ഷകനായിട്ട് ഇപ്പം പ്രസംഗിച്ചിട്ടോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. മൂത്തവനാണെങ്കിൽ പിന്നെ സ്ത്രീ വിഷയത്തിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല.